ആചാരപരമായി വരവേറ്റ ഇതാ തിരുവാഭരണ ഘോഷയാത്ര എത്തുകയാണ്, സന്നിധാനത്തേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുകയാണല്ലേ ശ്രീ അരുൺ സുബ്രഹ്മണ്യൻ? അത് നമ്മുടെ നടപ്പന്തലിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആഴിയുടെ പ്രദേശത്ത് നിന്നും മാറി അവിടെ 18-ാം പടിയിലേക്ക് ആ തിരുവാഭരണം എത്തിച്ചേരും. വളരെ വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ദേവസ്വത്തിൻ്റെ അധികൃതരുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് തിരുവാഭരണം കടന്നു വരുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ തിരുവാഭരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം മേൽശാന്തിയും കൂടി കൊടിമരച്ചുവട്ടിൽ നിന്നും ആചാരപരമായിട്ട് അത് സ്വീകരിച്ച് ശ്രീകോവിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ അത് ചാർത്തി ഭഗവാന്റെ ആഭരണങ്ങളും ഉടവാളടക്കമുള്ള എല്ലാം ചാർത്തിയാണ് ഭഗവാന് ഈ ദീപാരാധന നടക്കുക. ഈ സമയത്ത് ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ അയ്യപ്പൻ്റെ ചൈതന്യം പരിപൂർണമായിട്ടും വിളങ്ങുന്ന ആ ഒരു സമയമാണ്. അത്തരത്തിൽ ഇന്നത്തെ ദിവസമാണ് അതിന് വളരെ പ്രാധാന്യമുള്ളത് എന്നതുകൂടി അതിൻ്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അത്തരത്തിൽ ആ ഭഗവാന്റെ ശാസ്താവിൻ്റെ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പനായിട്ടുള്ള മുഴുവൻ സമയവും അയ്യപ്പനായിട്ട് മാറിയിരിക്കുന്ന ആ ഒരു അസുലഭ നിമിഷമാണ് ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാദീപാരാധനയായിട്ടാണ് അത് പറയുക. അത്തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ ഉച്ചയോടുകൂടി എല്ലാം പൂർത്തിയായിരുന്നു. ശുദ്ധിക്രിയകളും എല്ലാം തന്നെ പൂർത്തിയായിട്ട് തന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ അതിൻ്റെ ശുദ്ധിക്രിയകളെല്ലാം പൂർത്തിയായി. അതിനുശേഷം ഇന്നിപ്പോൾ വൈകുന്നേരം നട തുറന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ദീപാരാധനയിലേക്ക് കടക്കുന്നത്. ആ ദീപാരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിയും. ആ മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ചടങ്ങുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാളികപ്പുറത്തും ഒക്കെ ആയിട്ട് നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചടങ്ങുകൾ നമുക്ക് അവിടെ സന്നിധാനത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോഴിതാ ആ സന്നിധാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ. സന്ധ്യാസമയത്തുള്ള സന്നിധാനത്തിൻ്റെ ലക്ഷക്കണക്കിന് ഭക്തർ ആ സന്നിധാനത്തിൻ്റെ അവിടെ പൊന്നമ്പലമേട്ടിലേക്ക് ദർശനം കാത്തു നിൽക്കുന്ന മനോഹരമായുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് പേടകം, അതിൻ്റെ ആ ഗോപുരാകൃതിയിലുള്ള ആ പേടകം, അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ പേടകം ഇതാ മുമ്പോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കളത്തിൽ ഗംഗാധരൻ പിള്ള എന്ന് പറയുന്ന മഹനീയനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള 84 വയസ്സ് പ്രായമുള്ള അദ്ദേഹവും ഒക്കെ കൂടെ ചേർന്ന് അവരുടെ 22 അംഗ സംഘമാണ് ആ പേടകം വഹിച്ചുകൊണ്ട് ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്.